ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ അരിയെ കാണാൻ പറ്റാത്തതിൻ്റെ ആ നിരാശയിൽ നേരെ വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. അപ്പോൾ കനകൻ ചോദിക്കുകയാണ്, ഇത്ര നേരം എവിടെയായിരുന്നു? അവനോട് ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ മീറ്റിങ്ങിനാണ് പോകുന്നതെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? ഓ പിന്നെ പാതിരാത്രിയല്ലേ മീറ്റിംഗ്? നന്ദു, എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയൊന്നും വേണ്ടേ. നീ എവിടെയാ പോയെന്ന് പറ നന്ദു. അച്ഛാ ഇത് കണ്ടോ അച്ഛാ, അമ്മ എന്നെ ചുമ്മാ കിടന്ന് ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ അമ്മ ഇങ്ങനെ സംശയിക്കുന്നത്? അച്ഛൻ ഒന്ന് ചോദിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ ഈ പെൺമക്കളുള്ള അമ്മമാരെ ചെറുതായിട്ടൊക്കെ സംശയിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്, അങ്ങനെ സംശയിക്കണമല്ലോ. പക്ഷേ മോളുടെ അമ്മ മോളെ ഒരുപാട് സംശയിക്കുന്നുണ്ട്, അതിന് കാരണമുണ്ട്. ഞങ്ങളെ വീഡിയോയിൽ കണ്ടതാണ്, ആ 3-ാം മാസത്തെ ചടങ്ങിൻ്റെ വീഡിയോ അല്ലേ. മോളെ തന്നെ അനി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു മോളെ. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓ അത് ശരി, അപ്പോൾ അനിയെ ഞാൻ നോക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നോ എന്നിങ്ങനെ നമ്മുടെ നന്ദി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതാണ് ഒരു സമാധാനം, നീ അവനെ നോക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ കണ്ടായിരുന്നെങ്കിൽ ദേ നന്ദു എൻ്റെ തനി സ്വഭാവം നീ മനസ്സിലാക്കിയാനായിരുന്നു കനകയും പറയാ. പിന്നെ എന്തിനാ എന്നെ സംശയിക്കുന്നത്? അതെ, സംശയിക്കാതിരിക്കാനായിട്ട് നീ ഒരു കല്യാണം കഴിക്കേ, അപ്പോൾ ആ ഒരു സംശയ രീതിയൊക്കെ പോകുമല്ലോ. പിന്നെ കല്യാണം ഏത് സമയത്തും എന്ത് പറഞ്ഞു വന്നാലും ഇങ്ങനെ കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് വന്നോട്ടോ, അത് മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. പിന്നെ അല്ലാതെ കല്യാണം നിനക്ക് കഴിക്കണ്ടേ? എൻ്റെ ദൈവമേ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും കല്യാണം കഴിക്കണത് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. അവർക്ക് കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ട. ഇതൊക്കെയാണ് ഇവരുടെ ചിന്ത. പിന്നെ അങ്ങനെ ചിന്തിക്കുന്നത് എന്താ കുഴപ്പം? എനിക്കൊരു കുടുംബം വേണ്ട, കുട്ടികളും വേണ്ട, എന്താ അതുപോരെ? അപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിലും മോളെ നീ അങ്ങനെ പറയരുത്, കാരണം ഇപ്പം അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ പ്രായത്തിൽ കളിച്ച് ചിരിച്ച് രസിച്ച് നല്ല ഉല്ലസിച്ച് നടക്കാനൊക്കെ തോന്നും. പക്ഷെ ഒരു പ്രായം എത്തിക്കഴിയാൻ നേരത്ത് നമുക്കൊരു കൂട്ട് വേണമെന്നായിരുന്നു നമുക്കൊരു ചിന്ത വരും. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ എന്തായിരിക്കും? ഒരു കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ സമാധാനമായിരുന്നെന്ന് നീ അപ്പം ചിന്തിക്കും. ഭർത്താവ് ഒരു പരിധി വരെ നമുക്കൊരു സഹായമായിട്ട് മാറും. പക്ഷേ പിന്നീടുള്ള ജീവിതം കുട്ടികളായിരിക്കും നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ തരുന്നത് മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. എനിക്ക് കല്യാണവും വേണ്ട, കുട്ടികളും വേണ്ട, ഭർത്താവും വേണ്ട, ആരും വേണ്ട. എന്നെ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങോട്ട് പോവാണ്. അപ്പം നന്ദു അങ്ങോട്ട് പോയതൊക്കെ നോക്കി നമ്മുടെ കനകം പറയാണ്, ഗോവിന്ദേട്ടാ അവൾ പറഞ്ഞു കേട്ടില്ലേ, എനിക്കാണെങ്കിൽ ആകെ പേടി തോന്നുന്നു. ആ ജ്യോത്സ്യം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കോ? ഇനി അനിയെങ്ങാനും അവളെ മനസ്സിൽ കടന്നുകൂടി ചെന്നിട്ടുണ്ടാവോ? എന്തൊക്കെ വന്നാലും അനിയും അവൾ തമ്മിലുള്ള കല്യാണം നടക്കുമെന്നല്ലേ പറയുന്നത്. അങ്ങനെയൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല കനകം. നമുക്കേ ജോൽസിനെ കൊണ്ട് ഒന്നും കൂടി ഒന്ന് നോക്കിപ്പിച്ചേക്കാം. ഇത് കേട്ട നന്ദു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഇനി എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ. അപ്പോൾ അനിയെ കാണിക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ നന്ദുവിനൊന്ന് വിളിക്കണമല്ലോ, അവളുടെ തെറ്റിദ്ധാരണ എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ അനി നേരെ നന്ദുവിനെ വിളിക്കുക. അപ്പോൾ നന്ദുവിന് ഫോണിലേക്ക് മെസ്സേജ് എടുക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയച്ച് നന്ദു ആ ഒരു മെസ്സേജ് ഓണാക്കി നോക്കുക. അതിൽ ഓണാക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദു നിന്നോട് ഞാൻ വരാനായിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ വരാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആ ഹോട്ടലിൽ എത്തിയായിരുന്നേ. അപ്പോഴാണ് നവീനെ കാണുന്നത്. നവീൻ എന്നെ കാണാതിരിക്കാൻ വേണ്ടി ഞാനേ ലിഫ്റ്റിലൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ലിഫ്റ്റ് ബ്ലോക്കായി. ഞാൻ അവിടെ തന്നെ കിടന്നുകൂടി 1/2 മണിക്കൂർ. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തോരം പാടുപെട്ടെന്നറിയാവോ ഞാൻ. പിന്നീട് ഞാൻ ഒരു കണക്കിനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ അവിടെ നിന്ന് പോയി കഴിഞ്ഞായിരുന്നു നന്ദു. സംശയം ഉണ്ടെങ്കിൽ നീ ആ ഹോട്ടലിലൊന്ന് വിളിച്ച് ചോദിച്ചേ, ഞാൻ വന്നായിരുന്നോ ഇല്ലേ എന്ന്. അപ്പം നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും നന്ദു നീ എന്നോട് പിണങ്ങരുത് നന്ദു എന്ന് പറയാണ്. ഇത് കേട്ട നന്ദുവിന് ആകെ ടെൻഷനായി. ദൈവമേ, ഞാൻ അനിയെ ഒരുപാട് സംശയിച്ചല്ലോ, തെറ്റിദ്ധരിച്ചല്ലോ. ശവം വന്നായിരുന്നല്ലേ, ശരി ഞാൻ അവനെ പെട്ടെന്നൊന്ന് വിളിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ നന്ദു പെട്ടെന്ന് തന്നെ അനിയെ വിളിക്കുകയാണ്. അപ്പോൾ അനിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ എന്താടാ ഇത്
എടാ നമ്മളൊക്കെ എപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ സമയത്തൊന്നും എടാ നമുക്ക് ഒന്നും ചേരാനായിട്ട് പറ്റുന്നില്ലല്ലോ, കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേടി നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ട്രീറ്റ് കൊടുക്കാനും ആഘോഷിക്കാനൊക്കെ നമ്മൾ ഒരുങ്ങി, പക്ഷേ അതിനെല്ലാം ഇങ്ങനെ തടസ്സം വരികയാണല്ലോ നന്ദു. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആ എന്തായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ആ സമയത്ത് നവീനേട്ടനും വന്നു എന്ന് പറയാണ്. ആ നവീൻ വന്നു, അതിനോട് ആ ഹോട്ടലിൽ ഉടമ പറഞ്ഞാൽ ഞാനും കണ്ടായിരുന്നല്ലോ, അവനെ കണ്ടതുകൊണ്ടാണല്ലോ ഞാൻ ഒളിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ആ ലിഫ്റ്റിൽ കുടുങ്ങേ പോയി. എന്തായാലും നന്ദു, എനിക്ക് നിന്നെ ഇപ്പം കാണണം. ഇനി കാണാനോ? നടക്കൂലത്. ഈ വീട്ടിലേക്ക് ഇനി വരാനോ? അല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സംശയമാണ് എന്നെ. ആ സമയത്ത് നീ ഇനിയിപ്പോൾ രാത്രിയിൽ വരാനാണോ? അന്നത്തെ പോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. അതൊന്നും എനിക്കറിയണ്ട. രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ന് നന്ദു നിന്നെ ഞാൻ കാണാൻ വേണ്ടി വരും. നീയേ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ മതി, ഞാൻ പുറത്തു നിന്നോളാം. എന്നിട്ട് നിന്നെ കണ്ടിട്ടൊന്ന് പൊയ്ക്കോളാം നന്ദു. ഏതായാലും നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഏതായാലും നിന്നെ കാണാനായിട്ട് ഞാൻ വന്നിരിക്കും ഇപ്പോൾ തന്നെ. നീ ഫോൺ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. നന്ദുവാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിൻ്റെ അരികിലേക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നയന വന്നിങ്ങനെ ഇരിക്കുക. കാരണം മുത്തശ്ശൻ അങ്ങനെ ഒരു മെസ്സേജ് അടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ നയനയ്ക്ക് സന്തോഷം വരാതിരിക്കില്ല. ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഈ നയനയ്ക്ക്. അപ്പോൾ ആദർശ് പറയാണ്, അതെ എനിക്ക് രാവിലെ തന്നെ പോകണം. കാരണം ചില കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ചില ഡൗട്ടുകളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൂർത്തീസ് കമ്പനിയെ തകർക്കാൻ ഉദ്ദേശിച്ച അവരാരാണ്, അവരെ കണ്ടുപിടിക്കണം. അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. മുത്തശ്ശൻ്റെ മുന്നിൽ നിർത്തി കൊടുക്കണം എനിക്ക്. എന്നാൽ മാത്രമേ മുത്തശ്ശൻ്റെ എന്നോടുള്ള സംശയം തീരുള്ളൂ, ദേഷ്യം മാറുകയുള്ളൂ. എനിക്ക് മുത്തശ്ശൻ്റെ മുന്നിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചേ മതിയാവുള്ളൂ നയന എന്ന് പറയുമ്പോൾ നയനയുടെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ആദർശേട്ടൻ നാളെ രാവിലെ തന്നെ പോകുമല്ലേ? ഞാൻ നാളെ രാവിലെ തന്നെ പോകും നയന. അല്ല ഞാനേ എനിക്കൊരാഗ്രഹമുണ്ട് ആദർശേട്ടാ. എന്താഗ്രഹം? അതെ, നമ്മുടെ കുടുംബക്ഷേത്രമില്ലേ, കുടുംബക്ഷേത്രത്തിൽ ആ മൂലസ്ഥാനത്ത് ഒരു കാവുണ്ടല്ലോ. നമ്മുടെ കുടുംബക്ഷേത്രത്തിനടുത്തുള്ളൊരു കാവ്. ആ കാവിൽ പോകണമെന്നൊരാഗ്രഹം. എന്താണെന്നറിയാവോ? ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാവ് സ്വപ്നം കണ്ടു. കാവ് സ്വപ്നം കണ്ടപ്പോഴേ എനിക്ക് ആ കാവിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമോ. നമ്മൾ രണ്ടുപേരും കൂടി 1-2 പ്രാവശ്യമല്ലേ ആ കാവിൽ പോയിട്ടുള്ളൂ. അപ്പം എനിക്ക് ആ കാവിൽ പോകണമെന്ന് വല്ലാത്തൊരാഗ്രഹം ആദർശേട്ടാ എന്ന് പറയണം. ആണോ നയനെ? എങ്കിൽ പിന്നെ നേരത്തെ പറയായിരുന്നില്ലേ? ശരി, എങ്കിൽ പിന്നെ നാളെ ഞാനും വരാം. ഞാനാണെങ്കിലേ താമസിച്ചത്തോളം അവരോട് വിളിച്ച് പറയാം. അയ്യോ ആദർശേട്ടൻ വരണ്ട, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാന്നേ. പറ്റില്ല, അങ്ങനെയൊന്നും പോകണ്ട. ഒറ്റക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതാകെ പ്രശ്നമോ. പിന്നെ അമ്മയും മുത്തശ്ശിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി എന്നെ കൊല്ലും, നിന്നെ എന്തിനാ ഒറ്റക്ക് വിട്ടേന്ന് ചോദിച്ചുകൊണ്ട്. അതുമല്ല ആ കാവ് കുറച്ച് ദൂരമല്ലേ, അപ്പോൾ പിന്നെ നിന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാ. ഇത് കഴിഞ്ഞപ്പോഴേക്ക് വേണ്ട ആദർശേട്ടാ, ഞാൻ പോയി വന്നോളാന്നേ, എനിക്കതിനൊരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ കൂടെ എലിസബത്ത് ആൻറ്റി ഉണ്ട്. എലിസബത്ത് ആൻറ്റി ഉണ്ടോ? എലിസബത്ത് ആൻറ്റി ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. എങ്കിൽ പിന്നെ നേരത്തെ പറയായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുമ്പോഴേ എന്നോട് നേരത്തെ പറയണം, എന്നാലേ എനിക്ക് നിൻ്റെ ഒപ്പം വരാനായിട്ട് സാധിക്കുള്ളൂ. എൻ്റെ പൊന്ന ആദർശേട്ടാ, അങ്ങനെ സ്വപ്നം കാണുന്ന രീതിയൊക്കെ പറയാനായിട്ട് പറ്റുമോ? നമുക്ക് തോന്നുന്നതല്ലേ മനസ്സിൽ, നമുക്ക് എപ്പോൾ പോകണമെന്ന്, അപ്പോഴല്ലേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ശരി, ഏതായാലും എനിക്ക് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തേ മതിയാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇപ്പം മുത്തശ്ശൻ എന്നോടുള്ള പിണക്കം മാറിയാലും കൊള്ളാം, മാറിയില്ലെങ്കിലും കൊള്ളാം. പക്ഷേ മൂർത്തീസ് കമ്പനി തകർക്കാൻ പോകുന്നത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ച് കൊടുത്തേ മതിയാവുള്ളൂ മുത്തശ്ശന് മുന്നിൽ. അതുകൊണ്ട് മുത്തശ്ശൻ്റെ മുന്നിൽ ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിച്ചേ മതിയാവുള്ളൂ. അപ്പോഴേക്കും ഞാൻ ചോദിക്കണം, അതല്ല ആദർശേട്ടാ, ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിയാൻ നേരത്ത് മുത്തശ്ശൻ നമ്മളെ വീണ്ടും അങ്ങോട്ടേക്ക് വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും അറിയില്ല നയന. മുത്തശ്ശ നമ്മളെ വിളിക്കുകയോ അതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മൂർത്തീസ് കമ്പനിയെ തകർക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതാരാണെങ്കിലും അവനെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും, അത് കൺഫേം തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് നയനയാണെങ്കിൽ ഉറപ്പായിട്ടും മുത്തശ്ശൻ്റെ മനസ്സ് നല്ല മനസ്സ് തന്നെയാണ്, നമ്മളെ ഒരുപാട് മുത്തശ്ശൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കാവിൻ്റെ മൂലസ്ഥാനത്ത് എന്നോട് വരാനായിട്ട് പറഞ്ഞത്.
ഉറപ്പായിട്ടും ഞാൻ അവിടെ ചെല്ലും, മുത്തശ്ശൻ്റെ മനസ്സ് മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് നയന ഭയങ്കരയേറെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനി അവിടെ വന്നു. അനി അവിടെ വന്നിട്ട് അനി നന്ദുവിനെ വിളിക്കുകയാണ്. എടി നന്ദു, നീ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വാ, ഞാനേ ഇവിടെ എത്തിക്കഴിഞ്ഞു. നന്ദുവിനാണെങ്കിൽ ആകെ പേടി, അച്ഛനും അമ്മയും നല്ല ഉറക്കുക. നന്ദു ആണെങ്കിൽ പതിയെ കതകും തുറന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ദേ അനി അവിടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എടാ, നീ എന്ത് പരിപാടിയാടാ കാണിക്കുന്നത്? നീ എന്തിനാടാ ഇടക്കിടക്ക് ഇങ്ങോട്ട് ഓടി വരുന്നത്? ഇതൊക്കെ വല്ലാത്ത പ്രശ്നത്തിൽ കലാശിക്കുവേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി, ഞാനിങ്ങോട്ട് ഓടി വന്നു. അതിനിപ്പോൾ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ നന്ദുവേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനേ അകത്തേക്ക് വരട്ടെ. അല്ല, നിൻ്റെ അമ്മ എണീറ്റോ? അല്ല, നിൻ്റെ അമ്മ എണീറ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അകത്തേക്ക് കയറാം. അന്നത്തെ കട്ടിൻ്റെ ഇടയിലേക്ക് ഒളിച്ചിരിക്കാം. അതപ്പോൾ സൂപ്പർ ആയിരിക്കില്ല നന്ദു. ദേനി, നീ കൂടുന്ന വേഷം കിട്ടാതെ പോകാനിട്ട് നോക്ക്, അല്ലെങ്കിൽ അമ്മയ്ക്ക് സംശയം കൂടി കൂടി വരികയാണ്. ദേ, നമ്മൾ ഈ സമയത്ത് അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആകെ പ്രശ്നവും. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഓടി വരും. അപ്പോൾ സന്തോഷമല്ലേ? നാട്ടുകാരെല്ലാവരും കൂടി ഓടി വരാൻ നേരത്ത് എൻ്റെ വീട്ടുകാരും അറിയും. അങ്ങനെ എൻ്റെ വീട്ടുകാരെ അറിയാൻ നേരത്ത് നാണക്കേട് സഹിക്കാൻ വയ്യാതെ നമ്മൾ രണ്ടുപേരെയും കൂടി അങ്ങോട്ട് പിടിച്ച് കെട്ടിക്കുമെന്നേ അവര്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ദേനി കെട്ടിക്കും. നീ ചുമ്മാ അതും ഇതും പറഞ്ഞ് വരാതെ അതൊക്കെ മറന്നേര്. അതൊന്നും നടക്കുന്ന കാര്യമല്ല അനി. നീ ചുമ്മാ അതും ഇതും പറയാനായിട്ട് നിൽക്കണ്ട. ശരി, ഞാൻ പോയേക്കാം. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ദേ നിന്നൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ, ഇപ്പം എപ്പോഴും അങ്ങനെയാണല്ലോ. ദേ, നിന്നെക്കാലം ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള ആൾ ഞാനാണ്. പക്ഷേ നിനക്ക് ഈ പ്രേമം തലക്ക് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കുവേ നിനക്കാണിപ്പോൾ ധൈര്യം ഏറ്റവും കൂടുതൽ. അതാണ് ഈ പ്രണയത്തിൻ്റെ ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ നന്ദുവിൻ്റെ കയ്യിലൊരു ഉമ്മ കൊടുക്കുകയാണ്. മതി മതി, നീ പോകാൻ നോക്ക്. ഞാൻ പോയേക്കാവന്നേ. ഏതായാലും ഹോട്ടലിൽ വെച്ച് നമ്മൾ കാണണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അവിടെ നവീൻ വന്നു. അല്ല, ഈ നവീൻ വന്നിട്ട് നിന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? എന്ത് പറയാനായിട്ട്, നീ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ കാണാൻ എപ്പോൾ ആഗ്രഹിക്കുന്നോ അപ്പോഴൊക്കെ നവീനേട്ടനാണ് അവിടെ വരുന്നതെന്ന്. അപ്പം ഇത് കേട്ട് അനി മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിന് കാരണം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നന്ദു. എന്താടാ നീ എന്താ ആലോചിക്കുന്നത്? നീയേ പോകാൻ നോക്ക്. ഇനി കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അകത്തേക്ക് കയറിപ്പോണം. ശരി, എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പം അനി കാറിലേക്ക് കയറി ഇരിക്കുകയാണ്. ഇത് നന്ദു, കാറിലേക്ക് നമുക്ക് കുറച്ച് നേരം നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പോയിക്കേണ്ട നന്ദു അനി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോവാ. അകത്തേക്ക് കയറി പോയിട്ട് നന്ദുവിന് ഭയങ്കര ഒരു സന്തോഷം. പാവം, ഒരു മൂർത്തീസ് കമ്പനിയുടെ MD ആണ്. അവൻ എന്തല്ലേ പറയുന്നത്? അവനെ ഒരുപാട് സങ്കടമുണ്ട് നമ്മൾ തമ്മിൽ ഒന്നിക്കാത്തതിന് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അതേ അനി വീണ്ടും നന്ദുവിനെ വീഡിയോ കോൾ വിളിക്കുന്നത്. അപ്പോൾ വീഡിയോ കോൾ എടുത്തിട്ട് ഇതുവരെ നീ പോയില്ലേ? നീ വീണ്ടും നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? എനിക്ക് വിളിക്കാനായിട്ട് പാടില്ലേ? എൻ്റെ പെണ്ണിനെ എപ്പോൾ വിളിക്കുമെന്ന് തോന്നുമോ അപ്പോഴൊക്കെ ഞാൻ വിളിക്കും. ഞാനിങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദേ ഇങ്ങനെ വീഡിയോ കോൾ. എന്നിട്ട് നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. നീ എന്താടാ, നീ ഫോൺ കട്ട് ചെയ്തിട്ട് പോയിക്കണ്ടേ? ഇല്ല, ഫോൺ കട്ട് ചെയ്തിട്ട് പോയില്ലെങ്കിലോ? എങ്കിലേ ഞാൻ കട്ട് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അനിയാണെങ്കിൽ നന്ദു അവള് പോയി, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ.